വീട്ടില് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ടോ? അതായത് ഗർഭിണികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പൂച്ചയെ പേടിക്കണം. യാതൊരു കുഴപ്പമില്ലായിരുന്നു, പ്രഗ്നൻസി പ്രഗ്നൻസി യാതൊരു സ്കാനിങ്ങിലൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് അങ്ങ് അബോർഷൻ ആയി പോയി. ഇത് പൂച്ചയിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറയുന്ന ടോക്സോപ്ലാസ്മ എന്ന് പറയുന്ന ഒരു സാധനം പൂച്ചയിൽ നിന്ന് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ, അത് ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അബോർഷനാണ് ഫലം. അതായത് നോർമലി പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രഗ്നൻസി പീരീഡിൽ പെട്ടെന്നുണ്ടാകുന്ന അബോർഷന്റെ മെയിൻ കാരണങ്ങളിലൊന്നാണ് ഈ പൂച്ചയുമായിട്ടുള്ള സമ്പർക്കം. പൂച്ചയുടെ എക്സ്ക്രീറ്റ, പൂച്ചയുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ദ്രവങ്ങളിൽ നിന്നും അതിന്റെ മലത്തിൽ നിന്നൊക്കെയാണ് ഈ സാധനം മനുഷ്യന്റെ ശരീരത്തിലോട്ട് എത്തുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത് ഈ തെരുവ് പൂച്ചകളാണ്. ഇതിന്റെ കാഷ്ടം എവിടെയെങ്കിലും ഒരിടത്ത് വീണ് കഴിഞ്ഞാൽ ഒരു ദിവസം, അതായത് 24 മണിക്കൂർ ഈ സാധനം ഇൻഫെക്ഷ്യസ് ആണ്. അതായത് വീണ ഉടനെ ഇതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നത്? ഇപ്പൊ പൂച്ചയുടെ കാഷ്ടം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നത്? പല രീതിയിൽ വരാം. ഇത് കിണറ്റിൽ വീഴാം, അതല്ലെങ്കിൽ പിന്നെ പച്ചക്കറികൾ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ പറ്റി അങ്ങനെ പ്രോപ്പർ ആയിട്ട് കഴുകാതെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. അങ്ങനെ ഒരുപാട് രീതിയിൽ മനുഷ്യന്റെ ശരീരത്തിൽ ഈ ഒരു സംഭവം എത്താം, ടോക്സോപ്ലാസ്മോസിസ്. അപ്പോ വീട്ടിൽ പൂച്ചയുണ്ടെങ്കിൽ ഗർഭിണികൾ സൂക്ഷിക്കുക.